Hi friends, Assalamu alaikum. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നൊരു സ്റ്റഫ്ഡ് ബൺ ഉണ്ടാക്കിയാലോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു സ്പൂൺ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കണം. ഇതൊരു 10 മിനിറ്റ് വെച്ചാൽ ഒന്ന് പൊങ്ങി വരും. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കോഴിമുട്ടയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കുക. കണ്ടില്ല, ഞാനിപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂണ് ഓയിലും കൂടി. അപ്പോൾ അത് വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് കേട്ടോ, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ പാല് നേരത്തെ ഈസ്റ്റ് ഇട്ടിട്ട് റൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. തീരെ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാനിതിവിടെ നന്നായി കുഴച്ച് റെഡിയായി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് ഓയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കവർ ചെയ്തിട്ട് വെക്കാം. ഒരു എയർ ടൈറ്റ് ചെയ്തിട്ടുള്ള കവർ കൊണ്ട് മൂടിയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു തുണി നനച്ചിട്ടിട്ട് കൊടുക്കുക ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഏകദേശം 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇനി നമുക്കിതിന് വേണ്ട ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തു. പിന്നെ ഒരു 3 സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് വഴന്ന് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിലല്ല, കുറച്ചും കൂടി ആയതിന് ശേഷം നമുക്കിതിലേക്ക് അടുത്ത ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്ര ഐറ്റംസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 3 പച്ചമുളക് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഒരു 2 സ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് തക്കാളി, ഒരു 2 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അത് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള ഫില്ലിങ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അടച്ചു വെച്ച് വേവിക്കരുത് കേട്ടോ. അടച്ചു വെച്ച് വേവിച്ചാൽ നമ്മുടെ ഫില്ലിങ് വെള്ളമായി പോകും. പിന്നെ നമ്മളത് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മെനക്കിടേണ്ടി വരും. അപ്പോൾ ഇതായി നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം 1 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്, അതൊരു 1/2 സ്പൂണ്, പിന്നെ 1/2 സ്പൂണ് കുരുമുളക് പൊടി. ഇത്രയും ഐറ്റംസ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ പൊടികളുടെ ഒരു പച്ച സ്മെല്ലൊക്കെ അല്ലേ, അതൊക്കെ ഒന്ന് പോകുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ചിക്കനാണ്. അപ്പോൾ ചിക്കൻ ഇവിടെ ഞാൻ ഓൾറെഡി വേവിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. എന്നിട്ട് എല്ലൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് കുറച്ച് ഡ്രൈ ആവുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി വെന്തതായതുകൊണ്ട് നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും നമ്മുടെ ആ സവാളയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള മസാലയൊക്കെ അല്ലേ, അതൊക്കെ ചിക്കനിലേക്ക് പിടിക്കുന്നത് വരെ കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ അതിലേക്ക് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഏകദേശം ലാസ്റ്റ് ടൈം ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ പുളി ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിന് കൂടുതൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് മാറ്റി വെക്കാം. പിന്നെ അടുത്തതായിട്ട് നമ്മൾ റൈസ് ചെയ്യാൻ വെച്ചിരുന്ന മാവ് ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുത്താലാണ് നമുക്ക് ശരിക്കും ബോൾസാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഏകദേശം വലിയ ബോൾസ് തന്നെയാണ് ആക്കിയെടുത്തിട്ടുള്ളത്. കാരണം നമുക്കിതൊന്ന് പരത്തി അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെക്കാനുള്ളതല്ലേ. അപ്പോൾ ചെറിയ ബോൾസ് ആയാൽ നമ്മൾ എപ്പോഴും പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല വലിയ ബോൾസാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇതാ ബോൾസാക്കി ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇതിപ്പോൾ ഏകദേശം 3 എണ്ണമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോൾസ് ഇവിടെ മൊത്തം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് അതിന് മുകളിലേക്ക് ഇതേപോലെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ സ്റ്റഫ്ഡ് ബണ്ണ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഇതാ ഒരു ബോൾ എടുത്തിട്ട് അതിങ്ങനെ പ്ലേറ്റിൽ വെച്ചിട്ട് പരത്തിയെടുക്കുകയാണ്. നമുക്ക് കയ്യിൽ വെച്ചിട്ട് വേണമെങ്കിലും പരത്താം കേട്ടോ. എന്നിട്ട് അതിനുള്ളിലേക്ക് ഒരു 1.5 സ്പൂണ് മസാല ഉണ്ട് അതിൽ കൊള്ളുള്ളൂ. അതിൽ കൂടുതൽ വെച്ചാൽ നമ്മൾ ബോൾ ഇങ്ങനെ റൗണ്ടാക്കി എടുക്കുമ്പോൾ പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇതാ ഇതേപോലെ കൈ കൊണ്ടൊന്ന് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. കണ്ടോ, ആദ്യം ഒന്ന് നന്നായിട്ട് അടക്കുക. പുള്ളിലേക്ക് ഓയിലൊന്നും കടക്കാത്ത തരത്തിൽ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്യണം കേട്ടോ. കണ്ടില്ലേ, നമ്മൾ ശരിക്കും ബണ്ണ് വാങ്ങണ പോലെ തന്നെ നമുക്ക് ഷേപ്പാക്കി എടുക്കാൻ പറ്റും. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അടുത്ത ബണ്ണിനുള്ളതും ഞാൻ അതുപോലെ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഏകദേശം ഒരു 1.5 സ്പൂണ് ഫില്ലിങ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതാ കൈ കൊണ്ട് തന്നെ ഇതുപോലെ നല്ല ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റഫ്ഡ് ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായി തിളച്ചതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് ബണ്ണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിതൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിം വെച്ചാൽ ഇത് കരിഞ്ഞു പോവുകയുള്ളൂ, ഉൾഭാഗം വെന്ത് വരികയില്ല. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിലായിരിക്കണം നമ്മളിത് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. പിന്നെ ഞാൻ അടുത്തതും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ ബണ്ണും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ ബണ്ണാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ലൈക്ക് ചെയ്യണം. കമൻറ്റിൻ്റെ കാര്യം ആരും മറന്നുപോകരുത്. അപ്പോൾ ഞാൻ വീണ്ടും പുതിയ വീഡിയോയുമായി വരുന്നതാണ്. അതുവരേക്കും ബൈ. താങ്ക് യു.